നമസ്കാരം. ന്യൂസ് മലയാളം ക്രോസ് ഫയറിൽ നമുക്കൊപ്പം ഉള്ളത് സാന്ദ്ര തോമസ് ആണ്. നമസ്കാരം. നമസ്കാരം. സ്വാഗതം. പരിപാടിയുടെ പേരെന്താ? ക്രോസ് ഫയറോ? ക്രോസ് ഫയർ. പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പേടിക്കണ്ട. കണ്ണുമായിട്ടാണോ വന്നേക്കുന്നത്? അല്ലല്ല, ഓൾറെഡി യുദ്ധം തുടങ്ങി കഴിഞ്ഞു സാന്ദ്ര. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഒരു തുറന്ന പോര് തന്നെയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഇന്നലെ. എന്ത് വിയോജിപ്പാണ് സംഘടനയുമായി ഉള്ളത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ വിയോജിപ്പുണ്ടെന്ന് സാന്ദ്ര പറയുന്നതായിട്ടു. എന്താണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ടുള്ള പ്രധാന വിയോജിപ്പ് ആ വിഷയത്തിൽ? പ്രധാന വിയോജിപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു മലയാളത്തിലെ പ്രബലമായ സംഘടനയാണ്. അതായത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആക്ച്വലി ഒരു വലിയ ആനയെ കൂച്ചുവിലങ്ങിട്ട് കെട്ടിയിട്ടേക്കുന്നത് പോലത്തെ പണ്ടത്തെ സ്ഥിതിയാണ്. തറവാടുകളിൽ ഉണ്ടായിരുന്നത് പോലെ ഇപ്പൊ ഈ ആനയെ കെട്ടിയിട്ടേക്കാണ്. അതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ അവസ്ഥ. അപ്പൊ തളച്ചിട്ടിരിക്കുന്ന ഒരു ആനയാണ് നിർമ്മാതാക്കളുടെ സംഘടന. ശരിക്കും പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരുടെ കൈ കിട്ടിയ ഒരു വടിയായിരുന്നു. ആ വടിയെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം മിണ്ടാതിരിക്കാനാണ്, ആ വടി ഒളിപ്പിച്ച് വെച്ച് മിണ്ടാതിരിക്കാനാണ് അവർ ചൂസ് ചെയ്തത്. അത് ശരിയായ നടപടി ആയിരുന്നില്ല. അതിനെതിരെ പ്രതികരിക്കണം, അതിനെതിരെ സംസാരിക്കണം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പക്ഷെ ഇതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് അവസാനം വെളിയിലേക്ക് ഇറങ്ങിയത്. അപ്പൊ നമ്മൾ കത്ത് കൊടുത്തിട്ടും 3-4 ദിവസമായി. അത് ഇഗ്നോർ ചെയ്യാനാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പം ഇതൊന്നും മറുപടി അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ എങ്ങനെ ഇഗ്നോർ ചെയ്തോ അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന കത്തിനെയും നമ്മൾ പറയുന്ന കാര്യങ്ങളെയും ഇഗ്നോർ ചെയ്യപ്പെടുകയാണ്. കത്തിൽ പ്രധാനമായും എന്താ പറഞ്ഞിരുന്നത്? പ്രധാനമായും പറഞ്ഞത് ആ വിളിച്ചുകൂട്ടിയ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ആസ്പദമാക്കി ബാക്കി എല്ലാ അസോസിയേഷൻസും സ്ത്രീകളായിട്ടുള്ള അവരുടെ മെമ്പേഴ്സിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും പറയുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ ഒരു സമ്മർദ്ദവും നമ്മുടെ സൈഡിൽ നിന്നുണ്ടായിരുന്ന ഒരു സമ്മർദ്ദത്തിന്റെയും പേരിൽ നമ്മളെ എല്ലാരെയും വിളിച്ചുകൂട്ടി ഒരു പ്രഹസന പരിപാടി അവിടെ നടത്തി. അതിനെയായിരുന്നു നമ്മൾ എതിർത്തത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പ്രസിഡന്റും സെക്രട്ടറിയും അവിടെ ഉണ്ടായിരിക്കണം. പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. സെക്രട്ടറി വന്നു മിനിറ്റ്സിൽ ഒപ്പിട്ടു. മിനിറ്റ്സിലല്ല, അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ടു. കാര്യം മിനിറ്റ്സ് നമ്മൾ ആരും കാണുന്നില്ല, എന്താന്നുള്ളത് വായിച്ചു കേട്ടിട്ടുമില്ല. അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട് പുള്ളി പോവുകയും ചെയ്തു. പുള്ളി അവിടെ വേറെ പരിപാടികൾക്ക് പോയി. ബാക്കി നമ്മളെല്ലാരും അവിടെ വന്നിരുന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ, ചർച്ച ചെയ്തത് ഞാൻ കൊടുത്തൊരു കത്തിനെ ആസ്പദമാക്കി മാത്രമാണ് അവിടെ ഒരു ചർച്ച നടന്നത്. ഇത് കൂടാതെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തും വായിച്ചു. കത്ത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു കാരണവശാലും അയക്കരുത്, ഇത് വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം അവര് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. കാര്യം ഞാനും ഹേമ കമ്മിറ്റിക്ക് പോയി മൊഴി കൊടുത്ത ഒരാളാണ്. ഞാൻ പ്രൊഡ്യൂസേഴ്സിനെ പ്രതിനിധീകരിച്ച് പോയി മൊഴി കൊടുത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് WCC മെമ്പേഴ്സ് മാത്രമാണ്, ഞാൻ WCC മെമ്പറും അല്ല. അപ്പം അവർക്ക് മാത്രം കൊടുത്ത ഒരു ക്വസ്റ്റ്യനറിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇതെന്ന് പറയുന്നത് സത്യമല്ല, ശരിയായ കാര്യമല്ല. അപ്പൊ അവര് പറയുന്നത് WCC വേർഷൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതല്ല എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്, അതല്ല എന്നുള്ളത്. മാത്രമല്ല, അവര് പറയുന്നത് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവരുടെ അഭിപ്രായം എടുക്കണം. അതെങ്ങനെയാണ് പോസിബിൾ ആവുക? നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ എങ്ങനെയാണ് സാമ്പിൾ അല്ലേ കളക്ട് ചെയ്യുള്ളൂ? അതല്ലാതെ മുഴുവൻ മാർക്കറ്റിൽ പോയി നമ്മൾ അന്വേഷിക്കില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു സാമ്പിൾ കളക്ഷൻ ആണ് ഹേമ കമ്മിറ്റിയും ചെയ്തത്. അത് അവർ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അതിനെ ചുമ്മാ തള്ളിക്കളഞ്ഞ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റേണ്ട കാര്യം, ഇവിടെ ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാമ്പുമില്ല എന്ന് പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്? അതെ. അപ്പൊ അതൊരു ശരിയായ രീതിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചേക്കുന്നത്. അപ്പൊ അതിനെ ഞാൻ എതിർത്തു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അയച്ചു കഴിഞ്ഞൊരു സാധനം പിന്നെ എന്തിനാണ് വായിച്ചു കേൾപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അവിടെയുള്ള കമ്മിറ്റി മെമ്പേഴ്സ് തന്നെ പലരും അത് അവിടെ വായിക്കുമ്പോഴാണ് കേൾക്കുന്നത്. പിന്നെ ഞാൻ അതല്ലാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഇങ്ങനൊരു? അവരറിഞ്ഞിട്ടില്ല. അവര് സോഷ്യൽ മീഡിയയിൽ കൂടെയും പത്രത്തിലൂടെയൊക്കെയാണ് അവരറിയുന്നത് ഇങ്ങനൊരു കത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് അയച്ചിട്ടുണ്ടെന്നുള്ളത്. നിർമ്മാതാക്കളുടെ സംഘടനയെ റെപ്രസെന്റ് ചെയ്ത് ഇവരൊരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയക്കുമ്പോൾ
നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമായി മാറുകയാണത് അല്ലേ. അത് പറയുമ്പോൾ നമ്മളോട് എല്ലാവരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് വേണ്ടേ, അറ്റ്ലീസ്റ്റ് സ്ത്രീകളെ സംബന്ധിച്ചൊരു വിഷയമാകുമ്പോൾ സ്ത്രീ നിർമ്മാതാക്കളോടെങ്കിലും ഒപ്പീനിയൻ ചോദിച്ചിട്ട് വേണ്ടേ അത് ചെയ്യാൻ. അത് ചെയ്തില്ല. ഈ വിഷയങ്ങൾ സാന്ദ്ര പറഞ്ഞപ്പോൾ നേതൃത്വം ഇടപെട്ടോ? ഇന്നലെ ഇപ്പം മാധ്യമങ്ങളെ കൂടിയൊക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെന്താ വിളിച്ചു പറഞ്ഞത്? ലിസ്റ്റിനൊക്കെ വിളിച്ചിരുന്നു? ലിസ്റ്റിൻ മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ, വേറെ നേതൃത്വത്തിൽ നിന്ന് ആരും എന്നെ വിളിച്ചിട്ടില്ല. ലിസ്റ്റിൽ എന്നെ വിളിച്ചു. ലിസ്റ്റ് എന്നോട് ചോദിച്ചു എന്തിനാ ചെയ്തതെന്നൊന്നും അല്ല ലിസ്റ്റ് എന്നോട് ചോദിച്ചേ. അതിനകത്ത് പറഞ്ഞിരിക്കും ഞാൻ മീഡിയയിൽ പറഞ്ഞ, അതായത് ഇതേ അസോസിയേഷനിൽ തന്നെ ഉള്ളവരാണ് മറ്റ് അസോസിയേഷനിലും ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിസ്റ്റിൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രസിഡന്റ് ആണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരെയുമാണ്, അതിനകത്തിരിക്കുന്ന ഓഫീസ് ലിസ്റ്റിനെ ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞ ലിസ്റ്റിനെ മാത്രമല്ല, ഞാൻ എല്ലാവരെയുമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു. ലിസ്റ്റിനെയൊക്കെ നിയന്ത്രിക്കുന്ന മറ്റേതെങ്കിലും ശക്തികളുണ്ടോ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? എനിക്കറിയില്ല. പക്ഷെ ഇതെല്ലാം ഒരു കോക്കസിന്റെ ഭാഗം ആണ്, അതെനിക്കറിയാം. അതാരൊക്കെയാണെന്ന് എന്നോട് കൃത്യമായി പറയാൻ പറയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ ഇതുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ പറയുന്നു 15 പേരടങ്ങിയ പവർ ഗ്രൂപ്പ് എന്ന്. എല്ലാവരും പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ആരാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് ആരും വ്യക്തമായി പറയുന്നില്ല. അന്ന് ഹേമ മാം ഇത് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പവർ ഗ്രൂപ്പ് ആണോ ഇന്ന് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു 5-6 വർഷത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പവർ ഗ്രൂപ്പ് വർഷങ്ങളായി സിനിമ ഉണ്ടായി. ഇപ്പൊ ഞാൻ അവിടെ ഈ കമ്മിറ്റി നമ്മളെല്ലാരും കൂടെ കൂടിയ സമയത്ത് പവർ ഗ്രൂപ്പോ, എന്ത് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും കൂടെ കളിയാക്കി പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു പവർ ഗ്രൂപ്പ് ഇല്ലേ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അതിന് 1-2 എക്സാമ്പിൾസും കൂടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഉടനെ ഇല്ല എന്ന് പറഞ്ഞ ആള് തന്നെ ചാടിക്കറി, അതിപ്പോ ആർക്കും അറിയാത്തത് എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞു എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പറഞ്ഞു. അപ്പം ഉണ്ട് അതിനകത്തേക്ക് ആളുകൾ കൂടി. അതിപ്പോ കൃത്യമായി പറഞ്ഞാൽ 15 ആണോ 10 ആണോ. ഇപ്പം കഴിഞ്ഞൊരു പൊതുസമ്മേളനത്തിൽ ഒരാള് വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് എത്ര കൂട്ടിയിട്ടും 10 പേരെ കിട്ടുന്നുള്ളൂ, അതിൽ കൂടുതൽ പേരെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ചിലപ്പോ ഇപ്പൊ 10 പേരേ ഉള്ളൂ, ഇപ്പൊ 10 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതുണ്ട്. അങ്ങനെ കുറച്ചു പേരുടെ കൈകളിലാണ് സിനിമ ഇരിക്കുന്നത്. ഈ പവർ ഗ്രൂപ്പിനകത്ത് പ്രൊഡ്യൂസർമാരുണ്ട്, താരങ്ങളുണ്ട്, അങ്ങനെയല്ലേ അതിന്റെ സ്ട്രക്ചർ? അതെ അല്ലെ? സാന്ദ്രയ്ക്ക് അനുഭവപ്പെട്ടിട്ടുള്ള എന്താണ്? എനിക്ക് ആ ജനാധിപത്യമില്ലായ്മ എത്രത്തോളം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പോ ഒരു കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ നമുക്കിപ്പോ ഒരു പ്രോജക്റ്റിന്റെ ബേസിസിൽ ഒരു കംപ്ലൈന്റ് എന്തെങ്കിലും കൊണ്ട് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഇപ്പൊ എന്റെ സംഘടന അതായതുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ അവിടുന്ന് നീതി കിട്ടിയില്ല നമ്മൾ അടുത്ത സ്ഥലത്ത് പോകാന്ന് പറഞ്ഞാൽ നടക്കില്ല. കാര്യം ഇവരെല്ലാവരും ഒരുമിച്ചാണ്. അതായത് ഞാൻ പറഞ്ഞ ഈ പവർ ഗ്രൂപ്പിൽ പെട്ട എല്ലാ സംഘടനയിലും 2 പേര് വെച്ച് എല്ലായിടത്തും ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടിയില്ലേ വേറെ എവിടുന്ന് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. പിന്നെ നീതി എന്നല്ല, ഇപ്പൊ നമ്മൾ ഇവരെ പിണക്കി മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പണി വരുന്നത് അപ്പുറത്തുനിന്നായിരിക്കും. മനസ്സിലായി? ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ നമ്മൾ പിണക്കിയിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഇല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പടം റിലീസ് ചെയ്യാൻ പറ്റാണ്ടായി പോകും, അല്ലെങ്കിൽ നമുക്ക് തിയേറ്റേഴ്സ് കിട്ടാണ്ടായി പോകും. അങ്ങനെ പല രീതിയിൽ നമ്മളെ 4 സൈഡിൽ നിന്നാണ്. ഇവരെല്ലാവരും ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരുമിച്ച് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വനിതാ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ? 100% ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇവിടെയുള്ള ആർട്ടിസ്റ്റിന് കിട്ടുന്ന പ്രിവിലേജ് ഒന്നും നമുക്ക് കിട്ടാറില്ല. എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ അല്ലേ, അപ്പൊ പിന്നെ ഇവരാണല്ലോ അൾട്ടിമേറ്റ് എന്നാണ് വിചാരം. ശരിക്കും പ്രൊഡ്യൂസർ ഒരു കാഷ്യർ ആണ് സെറ്റില്. അതിൽ കൂടുതൽ ഇപ്പം ആരും അതിൽ കൂടുതൽ ഒരു വിലയും ഒരു പ്രൊഡ്യൂസറിനും കൊടുക്കുന്നില്ല. നമ്മളെ പോലുള്ള കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരിക്കാം അങ്ങനെ അല്ലാതെ നിൽക്കുന്നവര്. പക്ഷെ എന്നാൽ പോലും പൊതുവെ പ്രൊഡ്യൂസേഴ്സിനെ മറ്റുള്ളവർ സെറ്റിൽ ട്രീറ്റ് ചെയ്യുന്നത് ഒരു കാഷ്യർ എന്ന പോലെയാണ്. ആൺ താരങ്ങളാണോ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിപ്പം ഇൻഡസ്ട്രിയിൽ നിന്നല്ല, നാട്ടുകാർക്കും സാധാരണക്കാരായ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവര് നിലനിൽക്കുന്ന ഇൻഡസ്ട്രീനെ തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊരു ബെറ്റർ വർക്ക് പ്ലേസ് ആക്കി ഇവിടുന്ന് കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാക്കി എടുക്കാനാണല്ലോ ശ്രമിക്കേണ്ടത്.
അതിന് പകരം കുറച്ച് പേരിലേക്ക് മാത്രം ചുരുങ്ങി ഒരു ഒരു രാജാവിന്റെ പോലത്തെ സ്വഭാവം കാണിക്കുക, രാജാവിന്റെ പോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് മാത്രം കിട്ടുക, എല്ലാം ഇങ്ങോട്ട് പോരട്ടെ അങ്ങോട്ടൊന്നും ഇല്ല എന്ന മട്ടിൽ വേറെ ആരും നന്നാവരുത് ഞങ്ങൾ മാത്രം എന്നുള്ള ആറ്റിറ്റ്യൂഡൊക്കെ അതൊക്കെ മാറേണ്ട സമയമായി. കാലം മാറി എന്നുള്ളത് തിരിച്ചറിയേണ്ട സമയം. സൂപ്പർ താരങ്ങളുടെ കൂടെയൊക്കെ സാന്ദ്ര വർക്ക് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ ഉള്ള ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിലെങ്കിലും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്? അങ്ങനെ ഒരു സൗഹൃദ സംഭാഷണം ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എപ്പോഴും അവരെ ഒരു റെസ്പെക്റ്റോട് കൂടിയേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ജനിച്ച് കണ്ണു തുറന്ന കാലം മുതൽ കാണുന്ന ആളുകളാണ് അവരൊക്കെ. അപ്പൊ ആ സ്നേഹവും റെസ്പെക്റ്റും എല്ലാം എല്ലാ കാലത്തും അവരോടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്പേസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ലാലേട്ടന്റെ കൂടെ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിന് മാത്രമുള്ള അറിവുമായിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനൊന്നും. അന്ന് അയ്യോ നമ്മൾ സിനിമയെ കണ്ടിരുന്ന ആള് എനിക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തരുന്നു എന്റെ കൂടെ നിന്ന് നമ്മുടെ കൂടെ, അപ്പം നമ്മുടെ കൂടെ ഇരുന്ന് ഡിസ്കഷനിലിരിക്കുന്നു, സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നു, അതൊക്കെയായിരുന്നു അതിന്റെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. അന്ന് എന്റെ പ്രായവും അതായിരുന്നു. അത് ഇപ്പോഴാണ് ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് തുടങ്ങിയത് തന്നെ. നമ്മുടെ ഒരു സ്പേസിനെ ഒക്കെ കുറിച്ച് നല്ല ബോധം വന്നത്. കാര്യം ഇതൊക്കെ തിരിച്ചറിയുന്നതിന് മുമ്പേ ഞാൻ സിനിമയിൽ വന്നുപോയി. അപ്പൊ ഞാൻ അന്ന് ഇതിനെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഇന്നെന്റെ കാഴ്ചയുടെ ഇത് മാറി. ഇത്രയും നാള് ഞാൻ കണ്ടതിൽ ആക്ടർ എന്ന് പറയണമെങ്കിൽ അത് ലാലേട്ടൻ തന്നെയാണ്. എത്ര ജൂനിയർ ആയിട്ടുള്ള ആളാണെങ്കിലും പുള്ളി വന്നിട്ട് ഇന്ന സാധനം ഒരു ലാലേട്ടൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, ഓക്കെ സർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുക. സർ റെഡി ആണോ എന്ന് ചോദിച്ചിട്ടാണ് ലാലേട്ടൻ. അതൊക്കെ ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാ ഞാൻ കണ്ടിട്ടുണ്ട് ഡയറക്ടേഴ്സിനെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആക്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഓടാടുന്നത് വേണമെങ്കിൽ ചെയ്താൽ ഒരു ടേക്ക് കൂടെ എടുക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പം ഇങ്ങനെ വേണമെങ്കിൽ മറ്റേത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവും. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്താ ഒരു ഡയറക്ടറിനൊന്നും ഒരു വിലയില്ലേ എന്നൊക്കെ. പക്ഷെ അവർക്കതൊരു പ്രശ്നമേ അല്ല. ഇതൊക്കെ അനീതി ആവുന്നത് നമുക്കത് പ്രശ്നമായി മാറുമ്പം മാത്രമാണ്. കഴിഞ്ഞ ദിവസം കാരവൻ പോയി തുറന്നു നോക്കുമ്പം ഫുൾ പുകയാണ്. ഇനി എന്നാ പിന്നെ ഷൂട്ടിംഗ് നിർത്തി വെക്കട്ടെ എന്ന് ചോദിക്കുമ്പം സാന്ദ്രയുടെ നേർക്ക് അക്രമത്തിന് വരുന്ന നടനെ കുറിച്ച് പറയുന്നത് കേട്ടു. അതിനൊക്കെ എങ്ങനെയാണ് ധൈര്യം വരുന്നത്? ഒരു വനിതാ പ്രൊഡ്യൂസർ എന്നുള്ളത് കൊണ്ടുള്ള വിവേചനമാണോ അത്, അതോ പ്രൊഡ്യൂസറോടുള്ള മൊത്തത്തിലുള്ള വിവേചനമാണോ അത്? രണ്ടുമുണ്ട്. പ്രൊഡ്യൂസേഴ്സിനെ എല്ലാം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ അടിക്കാൻ വരാൻ കാണിക്കാനായിട്ടുള്ള ഒരു ധൈര്യം വന്നത് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട്. തിരിച്ചടിക്കില്ല, അല്ലെ തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കില്ല ചെയ്തത്. അത് കഴിഞ്ഞു പോയി. ഞാൻ അതിന് അവരെ കൊണ്ട് മാപ്പ് പറയുകയും ചെയ്തു. ഈ മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഞാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ആ വിഷയം അവിടെ കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവിടെ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ എന്തിനാണ് കഴിഞ്ഞു പോയ, നമ്മളൊരു വാള് വെച്ച് കീഴടങ്ങിയ ആളെ ആ വാളെടുത്ത് വെട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പക്ഷെ റെഗുലർ ആയിട്ട് സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനത്തെ പല കാര്യങ്ങളും. ഇപ്പൊ എന്നെ പോലുള്ള പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടോളറേറ്റ് ചെയ്യില്ലായിരിക്കാം. പക്ഷെ ഇതെല്ലാം സഹിച്ചു പിടിച്ച് എന്തെങ്കിലും ആവട്ടെ പൈസ ഇറക്കി പോയില്ലേ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് കരഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവര് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്, ആക്ടേഴ്സ് അവരവരുടെ ഇഷ്ടത്തിന് ഷോപ്പിങ്ങിന് പോകുന്നു, അവരവരുടെ ഇഷ്ടത്തിന് അപ്പാർട്ട്മെന്റിൽ പോകുന്നു, അവര് ഇറങ്ങി വരുന്നില്ല, അവര് ഷൂട്ടിന് വരുന്നില്ല. ഇവരെ പുറത്ത് കൺട്രിയിൽ കൊണ്ടുപോയി ഷൂട്ടിന് വേണ്ടി പുറത്ത് കൊണ്ടുപോയ ആക്ടേഴ്സ് അവര് അവിടെ പ്രേമിച്ച് വട്ടം ചുറ്റി നടക്കുകയാണ്. അവരെന്ത് ചെയ്താ ഷൂട്ടിന് വരുന്നില്ല. അപ്പൊ അത് നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും അവരെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേ. ഞാൻ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ എന്റെ സംവിധായകനും ഇടപെടില്ലേ? സംവിധായകനാണ് ഇത് പറഞ്ഞത്. അപ്പം വനിതാ സംവിധായകൻ ഇനി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാം. അല്ല, ഞാൻ ചോദിച്ചത് വനിതാ സംവിധായകയാണോ പ്രൊഡ്യൂസറാണോ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്. രണ്ടുപേരും ഇതിങ്ങനെ പറഞ്ഞു. അതെ, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെല്ലാവരോടും ഡിസ്കസ് ചെയ്തത് പുറത്തൊരു ഇതായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ആക്ടേഴ്സ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഒരു ബഹളം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ
മര്യാദയ്ക്ക് ഇവിടെ വന്ന് നിങ്ങൾ ഷൂട്ടിന് വന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് പോണം എന്ന് പറയാൻ പോലും പറ്റില്ല. അപ്പൊ എന്തായി, ഷൂട്ട് മുടങ്ങി. പിന്നെ ആ സിനിമ തന്നെ ഒരുപാട് കാലങ്ങൾ കൊണ്ടാണ് തീർത്തെടുത്തത്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാവും. ഈ പരാതികൾ പറഞ്ഞാൽ അതാണ് കൃത്യമായി അഡ്രസ് ചെയ്യാൻ ഒരു ഫോറം ഇല്ലാത്തത് അല്ലേ? അതെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയാനൊരു ഫോറം ഇല്ല. എവിടെ പോയി പറയും? ഒരു പ്രശ്നം വന്നാൽ ഇപ്പൊ IC കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നു. ഈ IC കമ്മിറ്റി പല സെറ്റുകളിലും ആൾക്കാർക്ക് അറിയില്ല ഏതാ ഈ IC കമ്മിറ്റി, എവിടെയാ IC കമ്മിറ്റി ഇരിക്കുന്നത്, ആരൊക്കെയാണ് IC കമ്മിറ്റിയിൽ ഒന്നും അറിയില്ല. അപ്പൊ ഈ യൂണിറ്റ് 20യുടെ ഒക്കെ ബാക്കിലാണ് ഇത് ഒട്ടിച്ചു വെക്കുന്നത്, ഇവരുടെയൊക്കെ നമ്പേഴ്സ് ഒക്കെ. അതൊക്കെ എല്ലാരും കാണുമോ? ഇല്ല. IC കമ്മിറ്റിയിൽ പ്രൊഡ്യൂസർ ഉണ്ടോ? ഇല്ല. അത് വേണ്ടതാണോ? വേണ്ടതാണെന്നാണ് എന്റെ ഇത്. ഞാനൊരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആയതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ എന്റെ സിനിമയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് പാർട്ടാവാൻ പറ്റില്ല. ഈ IC കമ്മിറ്റിക്കകത്ത് ഞാൻ പാർട്ടില്ല. അതിനകത്ത് ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും പ്രൊഡക്ഷൻ കൺട്രോളറും പോലത്തെ ആളുകളാണ് അതിനകത്ത് ഇരിക്കുന്നതെങ്കിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് വരുന്നത് ഒരു സീനിയർ ആക്ടർ ആണെന്ന് വെക്കാം. വേറെ ഒരു സീനിയർ ആക്ടറിന് അഗെയിൻസ്റ്റ് ആണ് കംപ്ലൈന്റ് എങ്കിൽ ഇവരെങ്ങനെ ആക്ഷൻ എടുക്കും? എങ്ങനെ എടുക്കും? അവര് ആകെ കൂച്ചുവലം കിട്ടിയിരിക്കുകയല്ലേ. എങ്ങനെ എടുക്കും? ഒരു സീനിയർ ആക്ടറിന് അഗെയിൻസ്റ്റ് ഒന്ന് പറയാനെങ്കിലും പറ്റുമോ? സാർ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ? ചോദിക്കാൻ പോലും പേടിയാവുമല്ലോ. അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകൾ, ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ഇതിനെ ഉപയോഗിക്കും. മനസ്സിലായോ? അവർക്ക് അടുത്ത പടം കിട്ടാൻ വേണ്ടി അവർ ഇതിനെ ഉപയോഗിക്കും. അപ്പം ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ആൾക്കാർ, ഇപ്പം വനിതാ ശിശുക്ഷേമ സമിതിയിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള സീനിയർ ആയിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ ഈ IC കമ്മിറ്റിക്കകത്ത് വന്നാൽ സിനിമാ മോഹങ്ങളില്ലാത്ത, സിനിമയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കാത്ത സ്ത്രീകൾ വന്നാൽ സ്ത്രീകളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഈ പറയുന്ന IC കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ റിയാക്ട് ചെയ്യണോ, ഇത് പോട്ടെ, ഇതൊക്കെ സാധാരണമല്ലേ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ സാധാരണമല്ലേ, അത് വിട്ട് കളഞ്ഞാൽ ഞാൻ ഇതിൽ കൂടുതൽ അനുഭവിച്ചതാ. ഇത് കൂടുതൽ ആൾക്കാരും പറയുന്ന രീതി ഇതാണ്, ഞാൻ ഇതിന്റെ മുകളിൽ അനുഭവിച്ചതാണ്, ഞാൻ എന്തൊക്കെ അനുഭവിച്ചിരിക്കുന്നു അതൊന്നും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല, അപ്പൊ ഇതൊക്കെ വിട്ട് കളഞ്ഞേര് എന്ന് പറഞ്ഞുകൊണ്ട് വിടും. പക്ഷെ ഇവരുടെ മനസ്സിൽ നിന്ന് ഈ ട്രോമ പോവോ? ഒരിക്കലും ഇല്ല. അവർക്കും ഇതേ ട്രോമ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും അവർ ആ ബാഗേജും കൊണ്ട് വരുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്താൽ ഉടനെ പ്രശ്നക്കാരിയാ. ചോദ്യം ചെയ്താൽ പ്രശ്നക്കാരി, ഒരു കാര്യം അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരി, അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് പോയാൽ പ്രശ്നക്കാരി, ഇതെല്ലാം പ്രശ്നക്കാരിയായിട്ട് ചിത്രീകരിക്കുകയാണ്. സാന്ദ്ര വളരെ ബോൾഡായ നിലപാടെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പെൺകുട്ടികൾ വന്ന് പറയാറുണ്ടോ സിനിമയിലെ? അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനത്തെ ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിഭീകരമായ ക്രിമിനൽ ഒഫൻസുകളൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്കതിന്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ട കാര്യം വന്നിട്ടില്ല. പിന്നെ അതിക്രമങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട് ചിലതൊക്കെ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ നിങ്ങൾ അന്നേ കംപ്ലൈന്റ് ചെയ്യണ്ടായിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പൊ ഇപ്പോഴും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അതേ ഇൻഡസ്ട്രിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അവർ കംപ്ലൈന്റ് ചെയ്യാത്തത്. കാര്യം എല്ലാവർക്കും ഭയമാണ്. പിന്നെ സിനിമയിൽ ഉണ്ടാവില്ല. പിന്നെ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന് മുന്നിലും അവരൊരു പ്രശ്നക്കാരിയായി മാറും. ഇപ്പൊ തന്നെ നമ്മളിത് പറഞ്ഞു കഴിയുമ്പം ഇപ്പൊ എന്തെങ്കിലും ഈ പറയുന്ന ആണുങ്ങൾക്ക് അഗെയിൻസ്റ്റ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവളേതാ, ഇവളാരാ, ഇവൾ ഏത് പടവാ ചെയ്തേക്കുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് അതിന്റെ ഇടയിൽ മുഴുവൻ കമന്റ്സ്, ഇങ്ങനത്തെ കമന്റ്സ് ആയിരിക്കും. അപ്പം കാര്യം പുരുഷന്മാർക്കെതിരെ ആരും ഒന്നും പറയാം. കാര്യം അവര് വിചാരിക്കുന്നത് ഇത് അവരെ പറയുന്നതായിട്ടാണ്. വിക്ടിം ബ്ലെയിമിംഗ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ നടക്കുന്ന സിനിമയിലാണ് അല്ലെ? ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് നടിയെ ആക്രമിച്ച കേസില് അതൊരുപാട് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും അല്ലെ, അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും. ആ നടിയെക്കുറിച്ച്, നടി ഒരു ഉടിയിലുണ്ടാക്കി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വിക്ടിം ബ്ലെയിമിംഗ് കണ്ടത് ആ ഒരു കേസിലാണ്. അത് എന്താന്ന് പറഞ്ഞാൽ, ആരെങ്കിലും അവർക്ക് എഗെയിൻസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ അവരെ തളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പോലും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വനിതാ നിർമ്മാതാക്കളെല്ലാം കൂടെ കൂടിയ ഒരു ചർച്ചയിൽ ആദ്യം ചർച്ച തുടങ്ങിയത് തന്നെ WCC എന്ന് പറയുന്നത് ഒരു ഫേസ്ലെസ് ഓർഗനൈസേഷൻ ആണ്. ആ ഫേസ്ലെസ് ആയിട്ടുള്ള ഒരു സംഘടനയെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യം പോലും ഇല്ല ഇവിടെ. വനിതാ നിർമ്മാതാക്കൾ അല്ലല്ല, മറ്റ് പുരുഷ നിർമ്മാതാക്കളാണ് അത് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ്? അവർക്ക് ഫേസ് ഉണ്ടല്ലോ, അവർ ഫ്രണ്ടിൽ വന്നിരുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ കാര്യങ്ങൾ വെളിയിൽ വന്ന് പറയാതെ ഒളിയമ്പുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ലേ? സത്യത്തിൽ ഫേസ്ലെസ് ആയിട്ട് നിൽക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണ്.
അപ്പൊ എങ്ങനെയാണ് WCCക്ക് ബേസ് ഇല്ല എന്ന് പറയാനായിട്ട് പറ്റുന്നത്? അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ആളുകളെ ഓരോന്ന് പറഞ്ഞ് തളർത്തി, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നവർ മിണ്ടാതിരിക്കുകയാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പം അവരും വിശ്വസിക്കും അതാണ് ശരി എന്നുള്ളത്. മനസ്സിലായോ? ഈ കൂട്ടത്തിൽ വനിതാ പ്രൊഡ്യൂസർമാരുടെ എത്ര പേരുടെ പിന്തുണയുണ്ട് സാന്ദ്രയ്ക്ക്? വനിതാ പ്രൊഡ്യൂസർമാർ വളരെ കുറവാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ. 10-18ഓളം പേരില്ലേ? 18ഓളം പേരുണ്ട്. 18ഓളം. അതെല്ലാം കൂടുതലും ഈ ഭർത്താക്കന്മാരുടെ പേരിൽ സിനിമ ചെയ്തേക്കുന്ന അങ്ങനെയുള്ളവരാണേലും മതിയെന്നേ, ഒന്ന് വന്നിരുന്നാൽ മതിയായിരുന്നു. അവര് വന്നിരുന്നിരുന്നെങ്കിൽ, ഞാൻ ഇവരോടൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സ്ത്രീകള് ഇതിന്റെയൊക്കെ കീ പൊസിഷൻസിലേക്ക് വരണം എന്ന് പറയുമ്പോൾ ഇവര് പറയുന്ന ആരുണ്ട്? സാൻഡ്ര ഉണ്ട്, സോഫിയ പോൾ ഉണ്ട്, അങ്ങനെ 2-3 പേരുണ്ട്, ഇതല്ലാതെ പിന്നെ ആരുണ്ട് എന്ന് മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഭാര്യമാരില്ലേ, നിങ്ങളൊക്കെ അവരുടെ പേര് സിനിമ ചെയ്തിട്ടുണ്ട്, അവർക്കൊന്നും സിനിമയെ പറ്റി ഒരു ഇതുമില്ല. ഞാൻ പറഞ്ഞു, അവര് സിനിമ കേട്ടല്ലേ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്നേക്കുന്നത്, അവർക്കൊക്കെ സിനിമയെ കുറിച്ച് അറിവുള്ളവരാണ്. എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീ വരണം അവിടെ, അത്രേ ഉള്ളൂ. നിലവിൽ ഒരാളാണ് ഉള്ളത്, ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർമ്മാതാക്കള് മാത്രല്ല, നമ്മൾ ഏത് സംഘടനയും എടുത്തു നോക്കിക്കോളൂ, എല്ലാ സംഘടനയിലും സ്ത്രീകളുള്ള സംഘടനയിൽ തന്നെ അവരുടെ വരുതിയിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രമേ അവര് ഈ പറയുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരുള്ളൂ. അവർക്ക് അഗെയിൻസ്റ്റ് വിരൽ ചൂണ്ടാത്ത, അവർക്ക് അഗെയിൻസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കാത്ത ആളുകളെ മാത്രം. ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളത് ഷെർഗയാണ്. ഷെർഗ അങ്ങനെ ഒരാളാണെന്നല്ല ഞാൻ പറയുന്നത്, ഷെർഗ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും ഇങ്ങനെ ഒരു ഭയമുണ്ട്. കാര്യം സജീവമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യത്തിന് ഇവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരിക്കലും ഷെർഗനെ അതിന് കുറ്റം പറയാനായിട്ട് പറ്റേയില്ല. മനസ്സിലായോ? ഞാനാണെങ്കിലും അത് തന്നെ അവിടെ സംഭവിക്കുള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്യുന്നവരായിരിക്കണം അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒപ്പം വന്നിരിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാന്ദ്ര ഒന്നും എന്തുകൊണ്ടാണ് അതിന്റെ തലപ്പത്തേക്ക് വരാത്തത്? വരുത്തില്ലല്ലോ, അതവര് സമ്മതിക്കുന്നില്ലല്ലോ. അത് ഇപ്പൊ നമ്മൾ ഇലക്ഷൻ നടക്കാറുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ എനിക്ക് മെമ്പർഷിപ്പ് അവർ തന്നില്ല. അതായത് അവര് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരു സിനിമയെ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ഫ്രൈഡേ പ്രൊഡക്ഷൻ അതാണ് പറഞ്ഞത്. അതാണ്. അപ്പൊ ഒരു സിനിമയെ ഞാൻ നിർമ്മിച്ചിട്ടുള്ളൂ, അത് എന്റെ ബാനറിൽ, നല്ല നിലാവുള്ള രാത്രി, സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ബാനറിൽ ഒരു സിനിമയെ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് മെമ്പർഷിപ്പ് തരാതിരുന്നത്. ആ സമയം ഞാൻ 8 സിനിമകൾ എന്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേ ഫിലിം ഹൗസ് ചെയ്ത എല്ലാ പടങ്ങളുടെയും സെൻസർ എന്റെ പേരിലാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഈ വനിതാ നിർമ്മാതാക്കളുടെ ഇത് വെച്ച സമയത്ത്, ചർച്ച വെച്ച സമയത്ത് അതിലിരിക്കുന്ന ഒരാള് ഒരു പടത്തിന്റെ കോ പ്രൊഡ്യൂസർ മാത്രമായിരുന്നു. അവർക്ക് എങ്ങനെയാണ് മെമ്പർഷിപ്പ് കിട്ടിയത്? ഈ അനീതിയൊക്കെ പറഞ്ഞാൽ എന്താണ് മറുപടി? ഇനി മറുപടി വന്നിട്ടില്ല. ഞാനത് ചോദിച്ചിട്ടുണ്ടല്ലോ. കത്തില് സൈൻ ചെയ്ത അവരെ വിളിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇത് എഴുതിയതെന്ന് ചോദിച്ചു. നിങ്ങളാണോ? അവര് പറഞ്ഞു എനിക്ക് എല്ലാം സമ്മതമായിട്ട് തന്നെയാണ് ഞാനിത് കൂടെ സൈൻ ചെയ്തത്. വനിതാ പ്രൊഡ്യൂസർമാരുടെ ഒരു പിന്തുണ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാവർക്കും പറയണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. സുപ്രിയ മേനോനൊക്കെ ഉണ്ടോ അതിനകത്ത്? അവരുടെ ഇല്ല, സുപ്രിയ അതിനകത്തില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അവിടെ ഒരു മീറ്റിങ്ങിനും വന്നിട്ടില്ല. പുള്ളിക്കാരത്തി അവിടെ മെമ്പർ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഈ വിളിച്ച കമ്മിറ്റിയിലും പുള്ളിക്കാരത്തിയെ കണ്ടില്ല. അതെന്താന്നുള്ളത് എനിക്കറിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ സാന്ദ്രയും മൊഴി കൊടുത്ത ആളാണ്. എന്താണ് തോന്നിയത്? ഇത്രയധികം നമ്മൾ കണ്ടാൽ അതിനകത്തൊരു ക്രിമിനൽ കേസുകളുടെ പരമ്പര തന്നെയുണ്ട്. ഒരു പക്ഷേ സാന്ദ്ര മനസ്സിലാക്കിയതിലും കൂടുതൽ ഉണ്ട് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് തോന്നുന്നു. അങ്ങനെയാണോ? അല്ലല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്ന കാര്യം. അതാ എല്ലാരും പറഞ്ഞത്. ആർക്കും ഞെട്ടലൊന്നുമില്ല. എന്റെ ഞെട്ടല് വരുന്ന എവിടാന്നറിയോ? എല്ലാവർക്കും ഞെട്ടല് വരുന്ന പോക്സോ കേൾക്കുമ്പോഴാണ് എല്ലാവർക്കും ഞെട്ടല് വരുന്നത്. അയ്യോ അതാരാ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ളത്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലൊന്നും ആർക്കും ഒരു ഞെട്ടലും ഇല്ല. അപ്പൊ ഈ പോക്സോയുടെ പേരിലൊക്കെ പറയപ്പെടുന്ന നടന്മാരുടെ പേരൊക്കെ കേൾക്കുമ്പോൾ എല്ലാരും ഞെട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ആരും ഞെട്ടിയതായിട്ടൊന്നും എന്റെ അറിവിലില്ല. പോക്സോ കേസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നാണോ സാന്ദ്ര വിശ്വസിക്കുന്നത്? ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കണല്ലോ. ആ റിപ്പോർട്ടിൽ ഗേൾ അല്ലാത്തോടത്തെല്ലാം മാം ലേഡി
യങ് ലേഡി എന്ന് പറഞ്ഞിട്ടല്ലേ പറഞ്ഞേക്കുന്നത്. ചില പോക്സോ സ്ഥലങ്ങളിൽ കേസ് ആണെങ്കിൽ ആ. അത് അറിഞ്ഞാൽ അപ്പൊ തന്നെ നിയമ നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിയമവിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതൊരു റിപ്പോർട്ട് മാത്രമാക്കി വെച്ചേക്കുകയാണ്. അതെ, അത് എനിക്ക് തോന്നുന്നത് പലരും വന്ന് അവിടെ മൊഴി കൊടുത്തേക്കുന്നത് തന്നെ ഇത് ഒരിക്കലും പുറത്തേക്ക് പോവില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. വിശ്വാസമല്ലല്ലോ, രാജ്യത്തെ നിയമ സംവിധാനം നമ്മളൊരു പോക്സോ കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. അത് ശരിയായ കാര്യമാണ്. എനിക്കറിയില്ല, എനിക്ക് അതിന് നിയമ വിദഗ്ധർ അന്ന് പറഞ്ഞ കാര്യം അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് ഹേമയ്ക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടി വരും എന്നുള്ള സ്ഥിതിയാണുള്ളത്. കാരണം പോക്സോ കേസ് ആണെങ്കിൽ അത് പുറത്തേക്ക് വന്നെങ്കിലല്ലേ. ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകള് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അത് പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോഴും കമ്മിറ്റി റിപ്പോർട്ട് മുഴുവൻ പുറത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ പേരിൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. അതിനു മേലെ പരുന്ത് പറക്കും. ഈ SIT അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SITക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഒരു തുടർ മൊഴിയെടുപ്പോ കാര്യങ്ങളോ പരിശോധനയോ അന്വേഷണമോ വന്നാൽ സഹകരിക്കുമോ അതിനോട്? തീർച്ചയായിട്ടും സഹകരിക്കും. ഇത്തരം ആ റിപ്പോർട്ട് നിറച്ചു പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ്, നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നുള്ളതാണ്. 91 മുതൽ സിനിമയിലുള്ള ആളാണ് സാന്ദ്ര. അത്തരത്തിലുള്ള ലൈംഗിക ചൂഷണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാന്ദ്രയോട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ, ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ എന്നാൽ പോലും ചെറുപ്പത്തിലെ ഒരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് ഒരു നടൻ എന്നെ ഒന്നും ചെയ്തില്ല, പക്ഷെ എന്നാൽ പോലും എന്നോട് മിസ്ബിഹേവ് ചെയ്തു. അതെനിക്ക് ഇപ്പോഴും ഒരു ട്രോമയാ. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ അത് പേടിയാ. അതുകൊണ്ടാണ് ഞാൻ സിനിമയെ വേണ്ട, എനിക്ക് സിനിമയെ ഇഷ്ടമല്ല, എനിക്ക് സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേ ഇട്ടേച്ച് പോയതാണ്. അന്നേരം റിയാക്ട് ചെയ്യാൻ പറ്റുമോ? അന്നേരം ഞാൻ ഇറങ്ങി ഓടി. എനിക്ക് പേടിച്ച്, ഒരു പാട്ട് കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് ഒരു കാറിൽ കൊണ്ടുപോയി ഒരു കാറിലേക്ക് ഒരു പാട്ട് കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാണ്. എന്നിട്ട് അവിടെ പോയിരുന്ന് ഇപ്പൊ ഇത് കേൾക്കുമ്പോ ചിലപ്പോ എന്റെ പപ്പയും മമ്മിയും തന്നെ ഞെട്ടിപ്പോവും. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ വിളിച്ചോണ്ട് പോയി കാറിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് പാട്ട് വെച്ചു. പാട്ട് ശരിയാണ്, പുതിയൊരു പാട്ടായിരുന്നു. അപ്പം എങ്ങനത്തെ പാട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ആളെ മനസ്സിലാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ പാട്ട് കേൾപ്പിച്ച് തരാം എന്ന് പറഞ്ഞ് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്റെ കാലയിലോട്ട് കയറി ഇങ്ങനെ പിടിച്ചു. ആ പിടിച്ച പിടിയിൽ തന്നെ അത് ബാഡ് ടച്ച് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഡോറ് തുറന്ന് ഞാൻ ഇറങ്ങി ഓടി. ഞാൻ ഓടി പോന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ സിനിമയിൽ വന്നു ഇതേ ആളെ ഞാൻ വീണ്ടും കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തത് കൊച്ചിലെ കണ്ട തന്നെ എന്റെ മുഖം മാറി, എന്റെ ഇത് മാറി, പുള്ളിക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് വന്ന് സോറി പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് പറ്റിപ്പോയ തെറ്റാണ്. അപ്പം പുള്ളിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം ഞാൻ ആദ്യം എന്നോട് ക്ഷമിക്കണം എന്ന് ആദ്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചത് 2 പെൺകുട്ടികളല്ലേ എന്ന് ചോദിച്ചു ഞാൻ. അത് അവർക്ക് റിഗ്രറ്റ് ഉണ്ടായതിൽ നല്ല കാര്യം തന്നെ. പക്ഷെ ഇതേപോലത്തെ അനുഭവങ്ങളുള്ള ഒരുപാട്, ഇപ്പൊ ഞാൻ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല, വളരെ കുറച്ച് സിനിമയിൽ അഭിനയിക്കുന്ന കാലത്താണോ സാന്ദ്രയോട്? ഞാൻ പറഞ്ഞ കുഞ്ഞായിരുന്നപ്പം, ഞാൻ കൊച്ചായിരുന്ന ബാലതാരമായി അഭിനയിച്ച സമയത്തുണ്ടായ ഒരു കാര്യമാണ്. ഞാൻ വലുതായി കഴിഞ്ഞ് അഭിനയിക്കാൻ വന്ന സമയത്തും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനത്തെ അല്ല. അത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതേപോലത്തെ സിമിലർ ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് അതായത് നമ്മള് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുക, നമ്മൾ വരുമ്പോ എഴുന്നേറ്റ് പോവുക, നമ്മളെ ഭയങ്കര ഇഗ്നോർ ചെയ്യുക, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക, നമ്മളിവിടെ ഇല്ല എന്നുള്ള ഇങ്ങനെ ഞാൻ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് പോയിട്ട് തുപ്പിയിട്ടൊക്കെ അങ്ങോട്ട് പോവാ. തുപ്പിയിട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തിനാ നമ്മളെ കാണുമ്പോ ഇങ്ങനെ കാണിക്കുന്നേ എന്നൊക്കെ ആലോചിക്കുമല്ലോ. ഇതൊരു കുറച്ച് കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായി, അതിനകത്ത് മെയിൻ ലീഡ് ആക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പുള്ളി എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു അതിൽ വീഴരുത്. അത് ഞാൻ അങ്ങോട്ട് പോയി ചോദിക്കാൻ, ചേട്ടാ എന്താണ് പ്രശ്നം, എന്തിനാണ് എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരോട് വിധേയപ്പെട്ട് ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് എന്ന്. ഇത് 21 വയസ്സിൽ സിനിമയിൽ വന്ന് എനിക്കത് ആദ്യം മനസ്സിലാവണില്ല. ഞാൻ ഓർത്ത് എന്തിനാ പുള്ളി എന്നോട് ഇത് കാണിക്കുന്നത്, എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന്. ദേഷ്യം കാണിക്കുന്നത് ഞാൻ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തേ കാണിക്കും,
എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാര്യം ക്യാമറ പുള്ളിയുടെ സജഷനിലായിരിക്കുന്നത്, എന്റെ മുഖത്തേക്കായിരിക്കുന്നത്. ഞാൻ ഡയലോഗ് പറയണം. ഞാൻ ഡയലോഗ് പറയുമ്പോൾ ഇതുപോലെ എന്ത് ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു സീനിയർ ആക്ടർ പറയുമ്പോൾ നമ്മളാകെ ഭയന്നു പോവുമല്ലോ. നമ്മളാകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതായി പോവുമല്ലോ. ഞാൻ പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഭയന്നില്ല. ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പെർഫോം ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നു, എന്തിനാ എന്നോട് ഇങ്ങനെ ഇത് കാണിക്കുന്നേ. അപ്പൊ ഞാൻ പുള്ളിയോട് അങ്ങോട്ട് പോയി ചെന്ന് ചോദിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് മറ്റേ എന്റെ ഫ്രണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ചെയ്യരുത്. ഇതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, ഇനിയിപ്പൊ അവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് അപ്പൊ അതേ സെറ്റിൽ തന്നെയുള്ള മറ്റു സ്ത്രീകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളൊക്കെ ഇതിൽ കൂടുതൽ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. ഇതൊക്കെ ഇവരുടെ സ്ഥിരം പരിപാടികളാണ്. അപ്പം പിന്നെ ഞാൻ അതിന് പ്രതികരിച്ചു. ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചു. കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. ആ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രതികരണം എല്ലാവരുടെ മുന്നിൽ വെച്ച് തിരിച്ചു ഞാൻ കൊടുത്തു. അത് അത് ഇപ്പൊ എനിക്കിനി അടുത്ത പടം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് നിൽക്കുന്നില്ല. ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളല്ല. ഞാൻ പ്രൊഡ്യൂസറാണ്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അവരെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു. പക്ഷെ ചെയ്യാൻ പറ്റാത്ത, എൻ്റെ അതേ സാഹചര്യത്തിൽ അല്ലാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ കാര്യം കഷ്ടാണ്. അവർക്ക് ചേട്ടാ എന്നോട് ക്ഷമിക്കണം, എന്താ ചേട്ടന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് ചോദിച്ച് ചെല്ലാനേ പറ്റുള്ളൂ. ഈ 2 ഇൻസിഡന്റും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഹേമ കമ്മിറ്റിക്ക്? ഇല്ലില്ല, ഞാൻ ഇതൊന്നും പറഞ്ഞു. ഞാൻ ഇതിപ്പോ ഇവിടെയാ പറഞ്ഞു. പലരും ഇപ്പൊ ചില ആളുകള് നമ്മുടെ കൂടെ ഇരുന്ന് ഈ നോൺ വെജ് ജോക്സ് ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് അങ്ങ് പോവും. പിന്നെ ഞാൻ ഇതിവിടെ പറയരുതെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഞാനൊരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ വന്നിട്ട് എന്റെ സെറ്റിൽ ഇങ്ങനെ പാടുള്ളൂ, നിങ്ങൾ എല്ലാവരും നല്ല കുട്ടികളായിരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പയ്യെ അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവും, അല്ല ഇത് മൈൻഡ് ചെയ്യാത്ത പോലെ അങ്ങ് പോവും. പക്ഷെ ഇതൊക്കെ ഓരോ രീതിയിൽ ഓരോരുത്തരെ വളയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെന്നുള്ളത് എനിക്ക് ഈ റിപ്പോർട്ട് വന്നപ്പോഴാണ് എനിക്ക് പോലും മനസ്സിലാവുന്നത്. മനസ്സിലായോ? കാര്യം പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട്. പലരും അവിടെ ഇരുന്ന് ഓരോ പെൺപിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പറയുന്നതും. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ഇരുന്ന് ചിരിക്കും. ആദ്യം ഇതിന്റെ ഭാഗമായി മാറും, ചിരിക്കും. അതായത് മൈൽഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും ആദ്യം പറയുന്നത്. ആ സ്ത്രീ വിരുദ്ധത മനസ്സിലാവില്ല, ആദ്യം മനസ്സിലാവില്ല. കുറച്ച് കഴിയുമ്പോഴാണ് അയ്യോ അവത്തായാലും എഴുന്നേറ്റ് പോകാനും മേല, എന്ത് ചെയ്യും അറിയാൻ മേലാതെ ഇരിക്കുന്ന അവസ്ഥ. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എല്ലാ സ്ത്രീകളുടെയും ജീവിതത്തിലുണ്ടാവും. ജീവിതത്തിൽ ഒരു കാലം സ്ത്രീ വിരുദ്ധതയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇച്ചിരി മൂത്തപ്പോ എനിക്ക് കാര്യങ്ങള് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ പോയി പറഞ്ഞ് അതിവിടെ വേണ്ടാട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങി, അത് വേണ്ട. കഥാപാത്രത്തിന് വരുന്ന മറിയാമ്മ, അതിപ്പോ എടുത്തു പറയാനുള്ള കാര്യം ആമേല മറിയാമ്മയെ പോലെയാണെന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും. ആമേല മറിയാമ്മ എത്രത്തോളം സാന്ദ്രയോട് ചേർന്ന് വെക്കുന്നുണ്ട് കഥാപാത്രം? 95%. ഇത്തരം പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ നടക്കുന്നു. ഇപ്പോൾ ലഹരി ഉപയോഗത്തെ കുറിച്ച് തന്നെ സാന്ദ്ര തന്നെ പരാതി പറയുകയാണ്, ഇങ്ങനെ ഉണ്ട് കാരവനകത്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ. ഇത് ഒരു ക്ലോസ് മോണിറ്ററിങ് ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. പക്ഷെ ഇതിനകത്ത് എന്താണെന്നറിയോ, ഇതിന്റെ റിസീവിങ് എൻഡിൽ നിൽക്കുന്നത് ഒരു നിർമ്മാതാവാണ്. ഇപ്പൊ ഒരു സെറ്റില് ആർക്ക് വേണേലും വിളിച്ചു പറയാം, ഇങ്ങനെ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ അന്വേഷിക്കാൻ ആള് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, പോകുന്നു. ആർക്ക് നഷ്ടം? പ്രൊഡ്യൂസർക്ക് നഷ്ടം. അന്ന് എല്ലാവർക്കും ഷൂട്ടില്ലാണ്ടായി. ഇവിടെ എനിക്ക് തോന്നുന്നത് പോലീസ് ഇതെല്ലാം അവെയർ ആണ്. ഇവിടെയുള്ള സിനിമാക്കാർ താമസിക്കുന്ന പല ഫ്ലാറ്റുകളിലും പല വീടുകളിലും ഒക്കെ ഇതൊക്കെ അധികമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. സെറ്റുകളിൽ ഇതുണ്ടെന്നറിയാം. പക്ഷെ എവിടെയും വന്ന് റെയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ പോലീസും ശ്രമിക്കാറില്ല. ഇപ്പം കൈവിട്ടു പോയി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. കാര്യം എല്ലാവരും കെമിക്കല് ഉപയോഗിച്ച് നമുക്കൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല പലരോടും. അപ്പം വിഷമം വരാറുണ്ട് ചിലരെ കാണുമ്പോൾ. നമുക്ക് അവരോട് ദേഷ്യമല്ല തോന്നുന്നത്, സങ്കടമാണ്, വിഷമാണ് തോന്നുന്നത്. എന്താ അവര് എന്ത് പറ്റി അവരിങ്ങനെ ആയി പോയത് എന്നൊക്കെ. ഇതിനൊക്കെ അടിമപ്പെട്ട് അതില്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്.
സംഘടന തന്നെ ഇത് പ്രതികരിക്കാൻ വൈകുകയാണ്. ഇപ്പൊ സാന്ദ്ര തന്നെ പറഞ്ഞു, നിവിൻ പോളിയുടെ വിഷയം വന്നപ്പോൾ ചാടി ഇടപെട്ടു. പക്ഷേ പ്രതികരിക്കുന്നില്ല, സംഘടനകൾ പ്രതികരിക്കുന്നില്ല. സൂപ്പർ താരങ്ങളൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ ഒരു പ്രതികരണം വരുന്നത്. അത് സാന്ദ്രയ്ക്ക് എന്താ ഫീൽ ചെയ്തത് അത് കണ്ടപ്പോൾ, ഈ പ്രതികരണം ഇങ്ങനെ വൈകുന്നത് കണ്ടപ്പോൾ? നമ്മളിതൊക്കെ എത്ര നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു അത്ഭുതം തോന്നുന്നില്ല. അതുകൊണ്ട് കാര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ആർക്കും ഒന്നും പറയണ്ട, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ചാടിക്കേറി എല്ലാവരും പ്രതികരിക്കും. പക്ഷെ ഇതൊരു നല്ലൊരു വർക്ക് പ്ലേസ് ആണ്. ഇപ്പൊ ഞാനൊക്കെ ഓരോ സിനിമ ചെയ്യുമ്പോഴും എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ആ പ്രോസസ്സാണ് ഇഷ്ടം. സിനിമയുടെ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ മേക്കിംഗ് പ്രോസസ്സാണ് എനിക്കിഷ്ടം. അല്ലാതെ തിയേറ്ററിൽ വന്ന് ആളുകൾ കാണുന്ന ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷം തരുന്നത് ഈ സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അത് ചെയ്യാൻ നമ്മളെയൊക്കെ അനുവദിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ പോലുള്ള ഒരുപാട് സ്ത്രീ പ്രൊഡ്യൂസേഴ്സിന് വരണമെന്ന്, ഇതെങ്ങനെ വരണം, എങ്ങോട്ട് വരണം, പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല കേട്ടോ, ഈ പറയുന്ന ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇതിനകത്തേക്ക് ഒരു എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവര് കുറച്ചുകൂടെ ലീനിയന്റ് ആവണം. അപ്പോൾ വളരെയധികം നന്ദി ഞങ്ങളോട് Thank you സംസാരിച്ചു. so much. ശക്തിയായി മുന്നോട്ട് പോകൂ. ഈ സ്പേസ് അങ്ങനെ ക്ലിയർ ആക്കും നിങ്ങൾ എല്ലാവരും. താങ്ക് യു. ശുദ്ധീകരിക്കൂ. അതാണ്. ആവട്ടെ, അതിനിടയിൽ ഞങ്ങൾ എരിഞ്ഞു ചാവാതിരുന്നാൽ എന്നെ പറഞ്ഞത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. താങ്ക് യു.